morning. Good morning. Okay. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ബെനിഫിറ്റ് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനും ഉള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ പോയിന്റ് വൈസ് പറയുന്നത്. എന്താണ് അതിൽ പറഞ്ഞത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ആർ ആൻ ഇമ്പോർട്ടന്റ് വേസ് ടു scale how the patient feel about their experience with the പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ചിലപ്പോ എന്റെ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, their experience with the practice. അപ്പൊ എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് നമുക്ക് എന്താണ് അതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഒരു അവരുടെ ഫീല് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് കണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അളവ് പോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. കണ്ടന്റഡ് പേഷ്യൻസ് are more probably to suggest the hospital to others and they are also less probable to file complaints. അറിയാം എന്താണ് കണ്ടന്റ് സംതൃപ്തമായിട്ടുള്ള അല്ലെങ്കിൽ സംതൃപ്തിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അതേഴ്സിനോട്, മറ്റുള്ളവരോട്, ഫാമിലിയിലെ മെമ്പേഴ്സിനോടോ കസിൻസിനോടോ നൈബേഴ്സിനോടോ അങ്ങനെ മറ്റുള്ളവരിലേക്ക് ആ ഇൻഫർമേഷൻസ് എത്തിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ലെസ് കംപ്ലൈന്റ്സ് ആണ് ഉണ്ടാകുന്നത്, കംപ്ലൈന്റ് കുറവായിരിക്കും. ആൻഡ് maintaining high patient satisfaction scores benefits a medical organization and patient involved of a patient. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് പല വിധത്തിലുള്ള ബെനിഫിറ്റുകൾ നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഓർഗനൈസേഷൻ, മെഡിക്കൽ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എന്ന ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇങ്ങനെയുള്ള ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള സ്കോർ നമുക്ക് ചെയ്യാനായിട്ടായാലും സ്കോറിലേക്ക് എത്താനായിട്ടായാലും ഈ സർവേ നമ്മളെ വളരെ ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. ഓരോ ബെനിഫിറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസ്തത, അതുപോലെ തന്നെ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ നിലനിർത്തുക. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ആ പോയിന്റിൽ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് എന്താണ് മോർ ചോയ്സസുകൾ ഉണ്ട് അല്ലെ. ഏത് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കണം, ഏത് ഡോക്ടറെ കൺസൾട്ടേഷൻ നടത്തണം, ഏത് ടൈമില്, ഏത് ഡേയില്, ഏത് വീക്കില് അല്ലെ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ഷെഡ്യൂള്, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടായാലും അതുപോലെ തന്നെ ഫോളോ അപ്സുകളായാലും നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് എല്ലാ രീതിയിലും എന്താണ് മോർ ചോയ്സുകൾ ഉണ്ട് ആർക്ക്? പേഷ്യൻസിന്. അപ്പോ എങ്ങനെ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ചെറുപ്പത്തിലേ നമ്മൾ പോകുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഏതൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഏതൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഡോക്ടറുടെ അടുത്തോട്ടാണ് നമ്മൾ സ്ഥിരം പോകുന്നത് അല്ലെ. ഏത് ചെറുതുമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. മെഡിസിന്റെ ഭാഗമായിട്ടായാലും അതുപോലെ തന്നെ എന്ത് അസുഖമാണ് നേരത്തെ നമ്മൾ ചികിത്സിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസുകളും ആ ഡോക്ടറുടെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ ഡോക്ടറുടെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ പോവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു വിശ്വസ്തത ഉണ്ടാവും. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴായാലും നമ്മൾ പോകുന്ന ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിശ്വസ്തത അല്ലെ, ആ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രമാണ് നമ്മുടെ അസുഖം നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ എന്തൊരു അസുഖം, റയർ കേസുള്ള അസുഖങ്ങളായാലും ആ ഡോക്ടർ പറയുമ്പോൾ എന്താണ് അതൊരു നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ട് കേട്ടോ, അപ്പൊ അതിനെ നമ്മള് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാം. അപ്പൊ അതൊക്കെ എന്താണ് വിശ്വസ്തതയാണ് അല്ലെ. ആ ഡോക്ടർ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നുണ്ട് രോഗങ്ങള്, അതുപോലെ തന്നെ ആ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രമാണ് നമുക്ക് അസുഖങ്ങൾ മാറുള്ളൂ എന്നുള്ളൊരു വിശ്വസ്തതയും കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്.
അപ്പൊ പേഷ്യന്റ് ലോയൽറ്റി, പേഷ്യന്റിന്റെ വിശ്വസ്തത, അതുപോലെ തന്നെ ഇനി പേഷ്യൻസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ഓഫ് ദി ഹോസ്പിറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള എക്സ്പീരിയൻസ്, ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാം അല്ലെ ഹോസ്പിറ്റലുകളിൽ നിന്ന്. ഗുഡ് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴും ബാഡ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ഒരു നിലനിൽപ്പിന് നമ്മുടെ ഹോസ്പിറ്റലിൽ സഹായകമാണ്. ബാഡ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ ഇമേജ് തന്നെ തകർക്കാനായിട്ട് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലോട്ട് വീഴാനായിട്ട് അങ്ങനെയുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇടവരുത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസുകൾ, എല്ലാ രീതിയിലുള്ള പേഷ്യൻസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആംഗ്രി പേഷ്യൻസ്, മൂഡ് ഓഫ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പേഷ്യൻസ്, എത്തരത്തിലുള്ള പേഷ്യൻസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാനായിട്ട്, പല രീതിയിലുള്ള പേഷ്യൻസിനെയും പല തരത്തിലുള്ള രീതിയിലുള്ള പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക, ബാഡ് എക്സ്പീരിയൻസ് കുറച്ചുകൊണ്ട് ഗുഡ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. Contented patients eventually lead to increase the profit for hospitals in many ways. First, contented patients show up for their appointment, which means the hospitals does not lose money on dead hours during the day. Second, they also provide a grand review and patient satisfaction survey result that lead to new patient acquisition and improvement, insurance reimbursement. So, രണ്ട് കാര്യങ്ങളാണ് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കണ്ടന്റഡ് പേഷ്യൻസ് ഷോ അപ്പ് ദെയർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അവരുടെ കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തിയുള്ള രോഗികൾ അല്ലെ, സംതൃപ്തിയുള്ള രോഗികൾ പല വിധത്തിലുള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് സഹായകമാണ്. എങ്ങനെയൊക്കെയാണ്, അവിടെ ഫ്രണ്ട്സിനോട് ഫാമിലീസിനോടൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സർവീസ് ആണ് കൊടുക്കുന്നത്, നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്, കൂടുതൽ സൗകര്യങ്ങളുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പറയുന്നത് എന്താണ്, നമുക്ക് എന്താ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അവരോട് അവർക്ക് എന്താണ്, അവർക്ക് ഈ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറയും നമ്മൾ. അപ്പൊ അവര് ഫീഡ്ബാക്ക് തരാൻ പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ, നമ്മള് ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോ സ്റ്റാറുകൾ, ഇപ്പൊ 4 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ ഓരോരുത്തർക്കും സ്റ്റാർ വൈസ് ഒക്കെ ഇടാറുണ്ടല്ലേ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ, അപ്പൊ അങ്ങനെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള അവലോകനം നടത്താനായിട്ട് അല്ലെ, നമുക്ക് ഏത് ഹോസ്പിറ്റൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള സർവീസുകൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റൽസും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ റിവ്യൂസ്, ഫീഡ്ബാക്ക്, എത്തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, എത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് നമുക്ക് മികച്ച അവലോകനം നടത്തിയിട്ട് നമുക്ക് എന്താണ് രോഗികളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സർവേ നടത്തി, സർവേയിലൂടെ അവരുടെ ഫീഡ്ബാക്ക് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ടായാലും, അതുപോലെ തന്നെ ഇപ്പോ ഹോസ്പിറ്റലിൽ പുതിയ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ പുതിയ ഫെസിലിറ്റീസുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെ, ഇൻഷുറൻസ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാനായിട്ട്, പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഓരോ രോഗികൾക്കും, അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ രോഗികൾക്കും ക്ഷമയോട് കൂടിയിട്ടുള്ള ഒരു രോഗി സമീപനം, മെച്ചപ്പെട്ട ഒരു രോഗി പരിപാലനത്തിനും അതുവഴി സാമ്പത്തിക നേട്ടത്തിനും കാരണമാകുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഓരോരുത്തരെ പരിചരിക്കുക, അവർ നീഡ്സ്, വാൻസ്, റിക്വയർമെന്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് രോഗി പരിചരിച്ചുകൊണ്ട് അത്
അതുവഴി നമുക്ക് എന്താണ് സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെ, അവര് മറ്റുള്ളവരോട് പോയി പറയുകയും അതുപോലെ തന്നെ മറ്റുള്ള പേഷ്യൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരികയും ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇനി നെക്സ്റ്റ് ആണ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറേൽ. Generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. Healthcare settings are often high-stress environment. ഓക്കെ, അപ്പൊ അത്രയും വരെ നമുക്ക് നിർത്താം. എന്താണ് ഇവിടെ പറയുന്നത്? Generating a patient-focused culture does not have came to cost of employee satisfaction. എന്താണ്? നമുക്കറിയാം, ഈ പേഷ്യന്റിന് മാത്രം ഒരു ഹോസ്പിറ്റലില് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? പേഷ്യൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തുടർന്ന് പോകുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നടത്താനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ബിസിനസ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, സ്കൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് അല്ലെ. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെയുള്ള വർക്കുകള് കാര്യങ്ങള് നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഓരോ ഓർഗനൈസേഷനും ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോ പേഷ്യൻസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ എംപ്ലോയീസിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ എന്താ, അവർക്ക് അവരുടെ ആ വർക്കിൽ നല്ല രീതിയിലുള്ള സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ്, രോഗി പരിചരണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത്? അവരെ മോട്ടിവേറ്റ് ചെയ്യാതെ ഓരോ സ്റ്റാഫിനെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രാക്ടീസുകൾ, ട്രെയിനിങ്ങുകൾ അല്ലെ, വർക്ക്ഷോപ്പുകളൊക്കെ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ നഴ്സിനും നല്ല രീതിയിൽ അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്, വർക്ക്ഷോപ്പുകൾ ഓരോ ക്ലാസ്സിൽ അവർ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വിടുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ സ്റ്റാഫിനെയും നല്ല രീതിയിൽ അവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഹെൽത്ത് കെയർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രെസ് പിടിച്ചൊരു എൻവയോൺമെന്റ് ആണ്. സ്ട്രെസ് അല്ലെ, നമുക്കറിയാം. ഇപ്പോ നഴ്സുമാർ, ഇപ്പോ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ നഴ്സായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് അവിടുത്തെ എൻവയോൺമെന്റ്, എന്താണ് നമുക്ക് ഈസി ആയിട്ട് അവിടുത്തെ വർക്ക് കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റിസപ്ഷൻ ഏരിയ തൊട്ട് ഹൗസ് കീപ്പിംഗ് ഏരിയ വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ എന്താ സ്ട്രെസ് പിടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നിന്നിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റും അല്ലെ. റിസപ്ഷൻ ഏരിയയിലൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനൊന്നും പറ്റില്ല. എന്താണ്, പേഷ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ക്യൂ ആയിരിക്കും അല്ലെ, അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഹെൽത്ത് കെയർ മേഖലയിൽ ഇപ്പൊ നഴ്സുമാരോടായാലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാറുണ്ട്, എന്റെ കസിനൊക്കെ നഴ്സ് ഉണ്ട്, അപ്പൊ അവളോടൊക്കെ ചോദിച്ചു കഴിയുമ്പോ അവള് പറയാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇരിക്കാൻ പോലും ടൈം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ടെന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് പിടിച്ചൊരു മേഖലയാണ് ഹെൽത്ത് കെയർ മേഖല എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓരോ വർക്കിനും അതിൻ്റെതായിട്ടുള്ള എന്താ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഹെൽത്ത് കെയർ മേഖലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ സ്ട്രെസ് പിടിച്ചൊരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു എന്താണ് സ്ട്രെസ് പിടിച്ചൊരു മേഖലയാണെന്നാണ് അവിടെ പറയുന്നത്. ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് employees make them able to perform their job to the best of their ability and make them feel valued and increase the staff retention. ഇനി അവർക്ക് ട്രെയിനിങ്ങുകൾ, നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ, അവർക്ക് മോട്ടിവേഷൻ, ഗൈഡൻസ്, സൂപ്പർവിഷൻസ്, അവർ ഓരോ കാര്യങ്ങളിലും അവരെ നയിക്കുവാൻ വേണ്ടതായിട്ടുള്ള മേലധികാരികൾ ഇങ്ങനെ സൂപ്പർവൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൈഡൻസ് കൊടുക്കുമ്പോ
ഓരോ ഡയറക്ഷൻസ് കൊടുക്കുന്നതിലൂടെയും ഓരോ മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെയും അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകൾ നോളജുകളൊക്കെ ഇംപ്രൂവ് ആവാനായിട്ടും അവിടെ എന്താണ് അവരുടെ വർക്കിൽ അവർ എക്സ്പീരിയൻസുകളും എക്സ്പേർട്ടുകളായിട്ട് മാറും. അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെയും നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ജോബിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത്ര സ്കില്ല് നോളജ് ഉണ്ടാവില്ല. പിന്നീട് ഒരു 6 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സ്കില്ലുകളായാലും അതുപോലെ തന്നെ നോളജുകളൊക്കെ ഡെവലപ്പായിട്ട് വരാൻ തുടങ്ങും അല്ലെ. അതിൽ എക്സ്പീരിയൻസ് ആകും തോറും നമുക്ക് നമ്മുടെ സ്കില്ലുകള് നോളജുകള് എബിലിറ്റീസുകള് ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും അല്ലെ. കഴിവുകളൊക്കെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് എന്താണ് ആ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ടും ആ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനായിട്ടും അല്ലെ അവിടെ നിലനിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആയി മാറും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ മാറുമ്പോ നമുക്ക് എന്താണ് പേഷ്യൻസിനെ കൂടുതൽ അറ്റൻറ്റീവ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കാനായിട്ടും പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നിപ്പയൊക്കെ വന്നപ്പോ അല്ലെ, നിപ്പ കൊറോണ എന്നൊക്കെ പറഞ്ഞ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. അതിന്റെ നിപ്പ കൊറോണയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ ഭയമുള്ള ഒരു കാലഘട്ടമായിരുന്നു നിപ്പയൊക്കെ വന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ആ നിപ്പയൊക്കെ വന്ന ടൈമില് ഒരു നേഴ്സ് ഒരു രോഗിയെ പരിചരിച്ചുകൊണ്ട് ആ നേഴ്സ് മരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടോ ആ നേഴ്സിന്റെ പേര്? ഒരു നേഴ്സ് മരിച്ചത് നിപ്പ വന്നപ്പോ. അതെന്താണ്, ആ നേഴ്സ് എന്തായിരുന്നു നല്ല ആക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ആ നേഴ്സിന് വിചാരിക്കാം അല്ലെ ലിനി, ഓക്കെ വെരി ഗുഡ്. അപ്പൊ എന്താണ് ആ നേഴ്സിന് ചിലപ്പോ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗി എന്തായാലും മരിക്കും, അപ്പൊ ഞാൻ അധികം കെയർ ചെയ്യണ്ട അല്ലെങ്കിൽ പകരും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കായിരുന്നു. ചിന്തിച്ചൊന്നും ആ രോഗിയുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കായിരുന്നു. പകരം എന്താ നേഴ്സ് ചെയ്തത്, അറ്റൻറ്റീവായിട്ട് അല്ലെ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുകയും അല്ലെ ശ്രദ്ധയോട് കൂടിയിട്ട് അവരെ കെയർ ചെയ്ത് പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സർവീസ് ആണ് അവിടെ കൊടുത്തത് അല്ലെ. അതുകൊണ്ട് തന്നെ ആ രോഗം അല്ലെങ്കിൽ ആ നിപ്പ എന്ന അസുഖം ആ നേഴ്സിന് വരികയും അദ്ദേഹം അവിടെ മരിക്കുകയും ചെയ്തു അല്ലെ. ആ ടൈമില് അതൊക്കെ വളരെ ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ ആ കാലഘട്ടത്തിൽ. വളരെ ഒരു നമുക്കൊക്കെ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു എന്താ പെട്ടെന്ന് വളരെ വിഷമം വരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ വാർത്തയൊക്കെ കേട്ടപ്പോ. നേഴ്സ് 2 കുട്ടികളുണ്ട് അല്ലെ, അപ്പൊ ആ കുഞ്ഞുമക്കളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു സങ്കടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ നേഴ്സിന് ശരിക്കും വേണമെങ്കിൽ അവര് എക്സ്പീരിയൻസ്ഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോ മാറി നിൽക്കാം അല്ലെ. നമുക്ക് വരാം അല്ലെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ മാറി നിൽക്കായിരുന്നു. പകരം എന്താ ചെയ്തത്, നഴ്സുമാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാലാഖമാരാണ് നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ലിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാലാഖയാണ് അല്ലെ. മാലാഖയായിട്ടാണ് അവരെ അവരുടെ അടുത്തുള്ള ആ പേഷ്യന്റിനെ കണ്ടതും ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അറ്റൻറ്റീവായിട്ട് ചെയ്തുകൊണ്ടും പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുത്തുകൊണ്ടുമാണ് അവരെ പരിചരിച്ചത് അല്ലെ. അതൊക്കെ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മള് പേഷ്യൻസിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയാൽ പോരാ, ആർക്കും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ കോൺഫിഡൻസ് കൂട്ടി അവരെ ഓരോ കാര്യങ്ങൾക്കും മോട്ടിവേറ്റ് ചെയ്ത് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് വേണം പോവാനായിട്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മോർ എക്സ്പീരിയൻസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന പരിചരണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള അറ്റൻറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സർവീസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതുവഴി പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Okay, might say no. Next on higher productivity. Investing in training and software to make a better patient experience can also increase staff and provider productivity in the organization. For example, if hospitals execute online appointment scheduling and patient messaging, staff may send as much as 50% less than time on the phone with the patient. Consequently, staff can perform extra time, which allows us to run a learner office. Besides, when a hospital lessens the patient no-show and late cancellation, hospitals have less dead time in the scheduling and can maximize the patient time and the related billing. ഇവിടെ പറയുന്നത് എന്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ. ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ തന്നെ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് സോഫ്റ്റ്വെയറുകളിലൂടെ സാധിക്കുന്നുണ്ട് അല്ലെ. നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ പോലും കമ്പ്യൂട്ടർ സംവിധാനം ഇല്ലാത്ത ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ല അല്ലെ. പണ്ടുള്ള ഹോസ്പിറ്റലുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള ചേഞ്ചസുകളാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹെൽത്ത് കെയർ മേഖലകളില് എന്താണ് പെട്ടെന്നാണ് സ്വിഫ്റ്റ് ചേഞ്ചസുകളാണ് സംഭവിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പണ്ടുള്ള ഹോസ്പിറ്റലും ഇപ്പോഴുള്ള ഹോസ്പിറ്റലും വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടെക്നോളജീസും പുതിയ പുതിയ ഇന്നോവേഷൻസും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഇപ്പോഴുള്ള ഹോസ്പിറ്റൽ ഡീൽ ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ വർക്ക് കാര്യങ്ങൾ നടത്തുന്നത് അല്ലെ. ഓക്കെ, ഇപ്പോ എന്താണ് പല രീതിയിൽ ഒരു 50% വരെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് പല ആളുകളും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ പേഷ്യൻസിനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50% അവർ ഫോണിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാം അല്ലെ. ഇപ്പൊ ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും അപ്പോയിന്റ്മെന്റുകൾ എടുക്കുക, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ഒക്കെ ചെയ്യുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്. ഏത് മാസമാണ് ഡോക്ടറെ കാണേണ്ടത്, ഏത് ദിവസം, ഏത് ഡേ, ഏത് വീക്ക്, ഏത് ഡോക്ടറെ കാണണം, ഇതൊക്കെ എന്താണ് പണ്ടെങ്ങനെയാണ് നമ്മള് ഇന്ന ദിവസം ഇന്ന ഡോക്ടറെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യും. പക്ഷെ എന്താണ് ഇത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഡോക്ടേഴ്സിനൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ബില്ലിങ് അടയ്ക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു കടയിൽ പോയാലും ഇപ്പൊ എന്താണ് ഫോൺ പേയിലൂടെ അല്ലെ, ജിപേയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ബില്ല് അടയ്ക്കുക. ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, ബില്ല് അടയ്ക്കുക, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഭൂരിഭാഗവും പേഷ്യൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമാക്കുന്നുണ്ട്. ഓക്കെ, വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനായിട്ടായാലും അങ്ങനെ പെട്ടെന്ന് തന്നെ എറേഴ്സ് ഇല്ലാതെ അവരുടെ സ്ട്രെസ് ഇല്ലാതെയൊക്കെ കംപ്ലീറ്റ് ആക്കുകയും ബാക്കിയുള്ള സമയം എന്താണ് പേഷ്യൻസിന്റെ കൂടെ ഇരുന്നുകൊണ്ട് പേഷ്യന്റിന് ബെറ്റർ കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതുവഴി എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആകുന്നുണ്ട്. പല പേഷ്യൻസും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് സഹായകമാണ്. അതാണ് ഹയർ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റാഫുകൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെയും സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതിലൂടെയും സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കാനായിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് എന്താണ് അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ടും പിന്നീടുള്ള ടൈമൊക്കെ പേഷ്യന്റിനോട് ചേർന്നുകൊണ്ട് പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ടും പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നു. നെക്സ്റ്റ് ആണ് റെപ്യൂട്ടേഷൻ. എന്താണ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തി അല്ലെ. നോക്കാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. ഫസ്റ്റ് HCAHPS, അതിന്റെ ഫുൾ ഫോം എഴുതാം കേട്ടോ. അതിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. HCAHPS, hospital, consumer, assessment of healthcare providers and systems. Hospital, consumer, assessment of healthcare providers and systems. Okay. Scores are public. Specifically, so people can learn about the physician. They can consult and make an informed choice about their health care. Second, positive scores make the organization much more attractive options. Additionally, hospital can utilize the automated message to ask the patient for feedback after their appointments. Some programs involve follow-up questions with the easy to follow link to ask contented patients to leave reviews on hospital business profiles or other platform. And finally, happy patients will suggest the hospital to friends and family. When it comes to reference, word of mouth is called standards. Okay. എന്താണ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോ ഓരോ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓരോ ഹോസ്പിറ്റലിലും ഓരോ വെബ്സൈറ്റുകളുണ്ട്. ഓക്കെ. ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? അവിടെ പറയുന്നത് എന്താണ്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിലെ പ്രശസ്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് മെനി വേസുകളുണ്ട്. നമുക്കറിയാം എന്താണ് ഈ HCAPHS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് സിസ്റ്റംസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതും നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പോലെ തന്നെയുള്ള സർവേ ആണ്. സർവേനെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ നിന്ന് നമുക്ക് ഈ എന്താണ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകൾ തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവരുടെ ഫീഡ്ബാക്കുകൾ, ഓരോ കസ്റ്റമേഴ്സിന്റെയും ഫീഡ്ബാക്കുകൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവിടെയുള്ള ഫെസിലിറ്റീസ്, ആ ഹോസ്പിറ്റലിൽ നൽകുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കെയർ എന്താ ടെക്നോളജീസ് എന്തൊക്കെയാണ്, പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ഓരോ ഡോക്ടേഴ്സിന്റെ പേരുകള്, അവരേതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോ എറണാകുളത്താണെങ്കിൽ ഇപ്പോ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ
ആസ്റ്റർ മെഡിസിറ്റി, റിനൈൻ മെഡിസിറ്റി, അങ്ങനെ ഇതൊക്കെ എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മൾ പേരടിച്ച് ആസ്റ്ററിന്റെ പേരൊക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും അവരുമായിട്ട് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷൻ വരെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിവ്യൂസ് നമുക്ക് കാണാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്, ഹെൽത്ത് കെയർ സർവീസുകൾ എങ്ങനെയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വെബ്സൈറ്റ് വഴി നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ഒരുപാട് ആളുകൾ അപ്പം അങ്ങനെയുള്ള വെബ്സൈറ്റ് വഴി ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസുകൾ കണ്ടെത്തി അവർക്കത് ചൂസ് ചെയ്യാനായിട്ട് സഹായകമാണ്. അതുപോലെ തന്നെയാണ് പറയുന്നത് അപ്പോയിന്റ്മെന്റ്സിനൊക്കെ ശേഷം എന്താണ് ഈ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യും. അങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതും ഈ ഓൺലൈൻ വീഡിയോ വഴിയാണ്. ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, നമ്മളിപ്പോ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യാൻ പറയും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ലിങ്ക് അയച്ചു കൊടുക്കും, എന്നിട്ട് ഫീഡ്ബാക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണോ അതനുസരിച്ചിട്ട് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഈ എന്താണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല് അത് വെബ്സൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ അതർ അല്ലെങ്കിൽ എന്താണ് അതർ പ്ലാറ്റ്ഫോം വഴി അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം ഈ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ലിങ്ക് അയച്ചു കൊടുത്ത് ഫീഡ്ബാക്ക് അറിയാനായിട്ടും സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വെബ്സൈറ്റ് വഴി നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കും പേഷ്യൻസിന്. അതുവഴി അവരുടെ അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ആ ലിങ്ക് വഴി അവർ അയക്കുന്ന ഫീഡ്ബാക്ക് വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആ വാർത്ത എത്തിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഡ് എക്സ്പീരിയൻസ് കിട്ടും, ഗുഡ് എക്സ്പീരിയൻസ് കിട്ടും. ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ലെ. അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രശസ്തി റെപ്യൂട്ടേഷൻ കൂടാനായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതും എന്താണ് ജനങ്ങളുടെ ഇടയിൽ ആ വാർത്തയും പ്രചരിക്കാനായിട്ട് അത്ര ടൈം എടുക്കില്ല അല്ലെ. നമുക്ക് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ബാഡ് ഇമേജ് അല്ലെങ്കിൽ ബാഡ് വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ആ ടൈം കൊണ്ട് പ്രചരിക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഒരു ബാഡ് വാർത്തകള് ന്യൂസുകള് നമ്മൾ കേട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പ്രചരിക്കാനായിട്ട് 1 മിനിറ്റ് മതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഹോസ്പിറ്റലിലെ പ്രശസ്തി നിലനിൽക്കും, സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെപ്യൂട്ടേഷനിലൂടെ ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബാഡ് ഇമേജ് ആണെങ്കിൽ അതേപടി എന്താണ് സമൂഹത്തിന്റെ ഇടയിൽ ഒരു താഴ്ന്ന രീതിയിൽ പോകാനായിട്ടും ചാൻസ് ഉണ്ട്. ഇനി better clinical outcomes for patients. Satisfied patients are normally more complaints, which means they are more probable to get better or effectively manage chronic health issues. Consequently, they feel better and like the hospital treatment and care make different to their well-being and quality of life. This also leads them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefit. ഇനി എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ് അനുസരിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അനുസരിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു സംതൃപ്തിയാണ് അല്ലെ. അപ്പോ അതനുസരിച്ചിട്ട് ഒരു പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം അവരോട് കേൾക്കും ഇല്ലേ. ഇപ്പൊ പണ്ട് എന്താണ് ഒരു അമ്മാമ്മമാരോ അല്ലെങ്കിൽ അപ്പാപ്പന്മാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കില്ല. ഇപ്പൊ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ വന്നു കഴിഞ്ഞാല് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറയും ഇല്ലേ. ഇനി അതർവൈസ് എന്താണ് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ എന്താണ് വീട്ടിൽ വരുമ്പോ പറയാൻ ആവി പിടിക്കണം എന്ന് പറയാറുണ്ട് ഇല്ലേ. അങ്ങനെ ഉള്ളവരുണ്ട് ഇല്ലേ, നിർബന്ധം പിടിക്കുന്നവര്. നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ പുല്ല് വിലയായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ കേൾക്കില്ല. അങ്ങനെയുള്ള പാപ്പന്മാരും അമ്മമാരൊക്കെ ഉണ്ടോ വീട്ടില്, പ്രായമായവരൊക്കെ
അല്ലെ, നമ്മൾ പറയുന്നത് കേൾക്കില്ല. പകരം എന്താണ്, അവരുടെ ഡോക്ടർ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവരെ ചികിത്സിച്ച് കഴിയുമ്പോൾ അവര് പറയും എന്താണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ ഇന്ന ഫുഡ് എനിക്ക് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആവി പിടിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആവി പിടിക്കാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആവി പിടിക്കും. ഇല്ലേ? എന്റെ മദറിലോയ്ക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ എന്തെങ്കിലും ചുമയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല ആള്. അതിനുശേഷം ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും 2 നേരം ആവി പിടിക്കണം, എന്നാലും മാറുള്ളൂ എന്ന് പറയുമ്പോ വീട്ടിൽ വന്നിട്ട് ആവി പിടിക്കും. അപ്പൊ അവർക്ക് വിശ്വാസമുള്ള ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവര് പറയുന്നത് കേൾക്കും അല്ലെ. ഇപ്പൊ ക്രോണിക് ഹെൽത്ത് ഡിസീസസ്, ഇപ്പൊ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഡോക്ടേഴ്സ് ആരാണോ അവര് പറയുന്നത് അനുസരിച്ചിട്ടാണ് അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു വിശ്വാസം ഉണ്ടാവും അല്ലെ അവർക്ക്. അതുപോലെ തന്നെ എന്താ, ഇപ്പൊ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് അല്ലെ, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നതിലൂടെ അവർക്ക് ഹെൽത്ത് ചേഞ്ചസ് ഉണ്ടാവും ഇല്ലേ. എന്താണ്, ഹെൽത്ത് ചേഞ്ചസ് ഉണ്ടാവും, ട്രീറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതുവഴി ഹെൽത്ത് ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുവഴി എന്താണ്, ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. എന്റെ ഒരു അസുഖം മാറി, അല്ലെങ്കിൽ നല്ല ഡോക്ടറാണ്, നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില്, അതുപോലെ തന്നെ അങ്ങനെയുള്ള വാർത്തകൾ മറ്റുള്ളവരിലേക്കും ഇവരും ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള രോഗികളും ഈ ഹോസ്പിറ്റലിൽ വരാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഇപ്പൊ ഒരു പുതിയൊരു പേഷ്യന്റ് വരുന്നു അല്ലെ, എങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്നു, പുതിയൊരു പേഷ്യന്റ് അതിൽ കൺവിൻസീവ് ആവുന്നു, അവര് വരുന്നു ഹോസ്പിറ്റലിലോട്ട്, അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണുന്നു, കൺസൾട്ടേഷൻ നടത്തുന്നു. അതിനുശേഷം അവരുടെ എന്താണ് ലൈഫ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ്, അവർ സാറ്റിസ്ഫൈഡ് ആകുന്നു. അങ്ങനെയുള്ള ഒരു സൈക്ലിക് രീതിയിലോട്ട് മാറിക്കഴിയും, അല്ലെങ്കിൽ മാറി തുടങ്ങും അല്ലെ. ഒരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. ഇനി അവരും എന്താണ് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അവരും മറ്റുള്ളവരോട് പറയും അല്ലെ. അങ്ങനെ ഒരു സൈക്ലിക് രീതിയിലേക്ക് നിലനിന്ന് പോകുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചുക്ക് 3 പോയിന്റ്.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ways to improve patient satisfaction. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള വഴികൾ, ബേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്ഡ്? Highly effective strategy for enhancing patient satisfaction scores spins around creating an environment in which patients have a positive overall experience with all members of their medical team. എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് ഇംപ്രൂവ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെ, അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് അല്ലെ. നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് ഇൻക്രീസ് ആകുന്നതിനുള്ള ഒരു 8 വഴികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എൻഷുർ ടൈംലി ഫോളോ അപ്സ്. എന്ത് ചെയ്യണം? സമയബന്ധിതമായിട്ട് ഫോളോ അപ്സുകൾ ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്? ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. നമുക്കറിയാം എന്താണ് അവരുടെ നീഡ്സുകളും വാൻസുകളും അനുസരിച്ചുകൊണ്ട് അവരുമായിട്ട് കൂടിച്ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വേണം ആരുമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട്, പേഷ്യൻസുമായിട്ട് അല്ലെ. അവരെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അല്ലെ. അപ്പൊ പ്രൊവൈഡേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസും തമ്മിലുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ഓക്കെ. ഇനി എന്താ? മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. എന്താണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സുതാര്യത അല്ലെ, സുതാര്യമായ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ഇപ്പോ ഡോക്ടേഴ്സ് കുറെ കാര്യങ്ങള് രോഗിയോട് പറഞ്ഞു, ഇന്ന ട്രീറ്റ്മെന്റ്, ഇന്ന അസുഖമാണ്, ഇന്നത് കഴിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ രോഗിക്ക് ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. എന്താണ് കർത്താവിന്റെ അസുഖം, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു എക്സാം എഴുതിയപ്പോ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ആ ക്വസ്റ്റ്യനിൽ കിട്ടിയില്ല. അപ്പൊ എന്താണ് ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു കുറെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് അതിനകത്ത് ഇല്ല. ഇല്ലേ? ചിലവർക്കുള്ള അനുഭവമാണ് അല്ലെ. കുറെ ഇങ്ങനെ വാരി വലിച്ച് എഴുതും, പക്ഷെ എന്താണ് കറക്റ്റ് പോയിന്റ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ച് എഴുതിയിട്ട് കറക്റ്റ് പോയിന്റ് ഉള്ള ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് 5 മാർക്കാണെങ്കിൽ 5 മാർക്ക് കിട്ടാറുണ്ട്. ഇല്ലേ? എനിക്കൊക്കെ ശരിക്കും ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു അനുഭവമാണ് അത്. ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്താണ് ടീച്ചർ എനിക്ക് ഇങ്ങനെ മാർക്ക്, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് പക്ഷെ എനിക്ക് മാർക്ക് ഇല്ലാതെന്ന് ചോദിക്കുമ്പോ ടീച്ചർ പറയുന്ന ആൻസറാണ് കറക്റ്റ് പോയിന്റ് ഉണ്ടാവില്ല, കുറെ ഇങ്ങനെ വായി തോന്നിയത് പറയില്ലേ, അങ്ങനെ എഴുതി വെക്കാറുണ്ട് ചില ആളുകൾ. അപ്പൊ കറക്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് മാർക്ക് കിട്ടും. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ട് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലോ അതാണ് ഇതാണെന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കാതെ കറക്റ്റ് എന്താണ് അസുഖം, എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. പ്രയോറിറ്റൈസ് ഷോർട്ട് ടേം വെയിറ്റ് ടൈംസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് ടൈമിൽ അവരധികം നമ്മള് എന്താണ് ഈ ആവശ്യമില്ലാത്ത വെയിറ്റ് ചെയ്യിപ്പിക്കലൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചവരെ വീട്ടിലേക്ക് പറഞ്ഞു വെക്കാനായിട്ട് അല്ലെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എല്ലാതും തീർത്തു കൊടുക്കാനായിട്ട് നോക്കാം. സ്ട്രൈവ് ടു ഇംപ്ലിമെന്റ് procedures to educate patients about treatment plans. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ പഠിപ്പിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് അവർക്കൊരു മനോധൈര്യം കൊടുക്കുക അല്ലെ. അപ്പൊ ക്യാൻസർ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആയിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് രോഗം മാറും, ഇത്ര മാസം പിടിക്കും, അപ്പൊ കീമോ ചെയ്യണമെങ്കിൽ കീമോ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജുകളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളും അതുപോലെ ഒരു മനോധൈര്യം ഡോക്ടേഴ്സ് ആയാലും ഒരു ഫാമിലി ആയാലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്
ഒരു രോഗിക്ക് ഒരു ആത്മവിശ്വാസം കൂടും അല്ലെ, എന്റെ സുഖം മാറും എന്നുള്ളൊരു രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ളൊരു മരുന്നുകൾ, അങ്ങനെയുള്ളൊരു മനോധൈര്യം അവനില് നമ്മൾ കൊടുക്കാനായിട്ട് നോക്കുക. രോഗിക്ക് അവരുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇത്തരത്തിൽ നാള് നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്, കീമോ ചെയ്യേണ്ടതാണെങ്കിൽ കീമോ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പിന്നെ എന്താണ്, utilize feedback from patient to analyze patient satisfaction metrics. ഇനി എന്താ, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് എന്താണ് ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട് അല്ലെ, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Implement the technological support system to greater facility efficiency. അപ്പൊ എന്താണ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ മെഷീൻസുകൾ, ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ. എക്യുപ്മെന്റ്സ് മെഷീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ്, സൗകര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ മെയിൻ്റെനൻസ് വർക്കുകളോ അങ്ങനെയൊന്നും കൂടാതെ പേസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഗ്രേറ്റ് സപ്പോർട്ട് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താ, ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഇംപ്രൂവ് ഫെസിലിറ്റിയുടെ അവിടെ ജസ്റ്റ് ഒരു കോമന്റ് കൊടുക്കുക കേട്ടോ, ഫെസിലിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കംഫർട്ടബിൾ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ അവരോട് നല്ല രീതിയിൽ പെരുമാറാം, സംസ്കാരത്തോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത്തരം കാര്യങ്ങള് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഫെസിലിറ്റീസ് കൊടുക്കാം, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം, നല്ലൊരു കൾച്ചർ പ്രൊവൈഡ് ചെയ്യാം, സംസ്കാരത്തോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കാം. ഇത്തരം കാര്യങ്ങളാണ് 8 ക്രിയേറ്റീവ് വേസ് ആയിട്ട് പറയുന്നത്. വായിച്ചുവിക്ക് ഇത്ര വരെ എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആ പോയിന്റുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. വായിച്ചു നോക്കാം കേട്ടോ 8 ക്രിയേറ്റീവ് വേസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ എടുത്തതില്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.